അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ സജീർ വയനാട്. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി യൂത്ത് ലീഗിന്റെ സൈബർ പോരാളി യൂസഫ് ക എണ്ണ 6 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ക്ലിപ്പില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നവ സാമൂഹിക പ്രസ്ഥാനത്തെ ദുരൂഹത നിറഞ്ഞതും തീവ്രവാദ ഭീകരവാദ സ്വഭാവമുള്ളതുമൊക്കെയാക്കി മാറ്റി തീർക്കാൻ വേണ്ടി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളി യൂസഫ് ക എണ്ണ നടത്തിയ പ്രഹസനം കേട്ടപ്പോ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൈകൊണ്ട് പ്രിയപ്പെട്ട യൂസഫ് കാക്ക് ഒരു അവാർഡ് ദാനമെങ്കിലും മിനിമം നടത്തണം എന്നതാണ് എന്റെ ആദ്യമായിട്ടുള്ള ഒരു അപേക്ഷ. പ്രിയപ്പെട്ട യൂസഫ് ക, താങ്കൾക്ക് എവിടെ നിന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു മതസംഘടനയാണ് എന്ന് താങ്കളെ പറഞ്ഞ് പഠിപ്പിച്ചതാരാണ്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഐഡിയോളജി തപ്പി ഗൂഗിളിലേക്ക് കയറിയ താങ്കളോട് ഗൂഗിൾ ചേട്ടൻ പറഞ്ഞു തന്നിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു മതസംഘടനയാണ് എന്നുള്ളത്? അതല്ല എങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ താങ്കൾക്ക് ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു മതസംഘടനയാണ് എന്നുള്ളത്? ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തില് APEK സുന്നി, AP സുന്നി, അതുപോലെ തന്നെ മുജാഹിദ്, തബ്ലീഗ്, ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മതസംഘടനകൾ കൊണ്ട് കാലിൽ തട്ടി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന കേരളത്തിലേക്ക് ഒരു മതസംഘടന കൂടെ, പ്രത്യേകിച്ച് യൂസഫ് ഖാന്റെ ആവശ്യപ്രകാരം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടക്കാനും, അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമല്ല അഭിപ്രായ പ്രകടനത്തിന്റെ മുകളിൽ തമ്മിൽ തല്ലാനും വേണ്ടി ഒരു സംഘടനക്ക് കൂടെ രൂപം നൽകിയതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നതാണോ താങ്കൾ കരുതിയിട്ടുള്ളത്? ഈ തെറ്റിദ്ധാരണകളൊക്കെ താങ്കൾ മാറ്റുക. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതസംഘടനയല്ല. പ്രത്യേകിച്ച് ദീനിലെ സ്വർഗത്തിലേക്ക് പോകാനുള്ള പാതയിലേക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ബാധ്യത പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കില്ല എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ. എന്നുവെച്ചാൽ തമ്മിൽ തല്ലി തർക്കം, ഈ പറയുന്ന തർക്ക വിതർക്കങ്ങളിലൂടെ ദീനിന്റെ യഥാർത്ഥ പാത എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഗവേഷകനായ പ്രിയപ്പെട്ട യൂസഫ് ക കണ്ടെത്തിയ കണ്ടെത്തലുകൾ. എന്റെ പ്രിയപ്പെട്ട യൂസഫ് ക, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവിടെ മാറ്റിവെക്ക്. വർഷങ്ങളായില്ലേ AP സുന്നി, EK സുന്നി, ജുന്നി, ജമാഅത്ത്, തബ്ലീഗ്, ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പാത, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാത ഏതാണ് ശരി എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും മറ്റു സുന്നത്തായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലുമുള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ സ്വർഗത്തിലേക്കുള്ള പാതകൾ തപ്പിയിറങ്ങിയിട്ട് ആ പാതയുടെ വഴിക്കല്ലേ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് വാളെടുത്ത് വീശിയപ്പോ അവരുടെ തലകൾ പൊട്ടി ചോര അള്ളാഹുവിന്റെ മിമ്പറിലേക്ക് തെറിച്ചിട്ടുള്ളത്? ഈ ഒരു പാതയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കൂടെ താങ്കൾ ക്ഷണിക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദര യൂസഫ് ക, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിനുവേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. അത്തരം വാദഗതികളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ക്ഷണിക്കുന്ന ആളുകളോട് പോയി പണി നോക്കാൻ പറയാനാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ത്, ഐഡിയോളജി എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടേത്. താങ്കളുടെ ആരോപണം അതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്താണ് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് അറിയുന്നില്ല എന്നുള്ളത്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഐഡിയോളജി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആമാശയത്തിന് വേണ്ടി പണയം വെച്ച പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് ബബ്ബ അടിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. നേരെ മറിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടി ഉണ്ടാക്കി, എന്താണ് അതിന്റെ ഐഡിയോളജി എന്ന് കൃത്യമായി അറിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് കൃത്യമായി അത് വിവരിക്കാനും സാധിക്കും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിങ്ങൾ പറഞ്ഞതുപോലെ മതപരമായി അഭിപ്രായം പറഞ്ഞ് തമ്മിൽ തർക്കിച്ച് മിമ്പറിൽ ചോരയൊലിപ്പിക്കാനും പരിശുദ്ധ ഖുർആനും കത്തിക്കാനും ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളുടെ സമ്പൂർണ്ണ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന മുസ്ലിം സമുദായത്തിനാണെങ്കിലും ഏതു സമുദായത്തിനാണെങ്കിലും മതപരമായി സംഘടിക്കുവാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള അനുച്ഛേദത്തിൽ പറയുന്ന അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിന്റെ ലക്ഷ്യം പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ തമ്മിൽ തർക്കിക്കാനും തമ്മിൽ തല്ലാനും ഇസ്ലാമികപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ അള്ളാഹുവിന്റെ മിമ്പറിൽ ചോര ഒഴുക്കാനും പരിശുദ്ധ ഖുർആനും കത്തിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സമ്പൂർണ്ണ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പാർശ്വവൽകൃത സമൂഹങ്ങളുടെ വിശാലമായ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ പരമാധികാരത്തിന് വെല്ലുവിളിയായ സാമ്രാജ്യത്വത്തിനെതിരെ, അതുപോലെ തന്നെ സാമൂഹിക ഭദ്രതയ്ക്ക് ഭീഷണിയായ ഫാസിസത്തിനെതിരെ ജനകീയ ചെറുത്തുനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. കൃത്യമായി മനസ്സിലാക്കിക്കോ. താങ്കൾ ഈ അഭിപ്രായ ഭിന്നതകളിലൂടെ പിന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഏത് മാർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടത്? മുജാഹിദിന്റെയും തബ്ലീഗ് ജമാഅത്തിന്റെയൊക്കെ അഭിപ്രായ ഭിന്നതകൾ പലതുമില്ലേ എന്നുള്ളതാ. അതിൽ കൂടുതൽ ശരീഅത്ത് വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എങ്കിലും മിനിമം ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരാം. മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു ആദർശപരമായിട്ടുള്ള സംവാദം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് മടങ്ങുന്നതിന് മുമ്പ് അഭിപ്രായ വ്യത്യാസത്തിൽ, ആദർശ വ്യത്യാസമുള്ള പണ്ഡിതന്റെ കൈപിടിച്ചുകൊണ്ട് മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, നാം ആദർശപരമായി വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ്, എങ്കിലും നമ്മൾ സഹോദരന്മാരാണ് എന്ന് പഠിപ്പിച്ച പണ്ഡിതന്മാരാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത്. ഇപ്പൊ നിങ്ങള് ആ പണ്ഡിതൻ പഠിപ്പിച്ച മാതൃകക്ക് പകരം അള്ളാഹുവിന്റെ മിമ്പറിൽ ചോരയൊഴിപ്പിക്കാനും പരിശുദ്ധ ഖുർആൻ കത്തിക്കാനും അള്ളാഹുവിന്റെ ഭവനമടിച്ചു തകർക്കാനും നടക്കുമ്പോ ആ പാതയിലേക്കാണോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കൂടെ കടന്നു വരേണ്ടത്? അതിന് വേണ്ടിയല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ പ്രശ്നം മെമ്പർഷിപ്പിന്റെ കാര്യ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മെമ്പർഷിപ്പിന്റെ കാര്യത്തില് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ഓൾ സിറ്റിസൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്കും എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളത് അടുത്ത വലിയൊരു ചോദ്യം. ഭയങ്കര കണ്ടുപിടുത്താണ്. ഓൾ സിറ്റിസൺ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഐഡിയോളജിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ മറന്നുപോയതായിരിക്കാം. സോഷ്യോ പൊളിറ്റിക്കൽ ഇസ്ലാമിക് മൂവ്മെന്റ് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്ന പ്രവർത്തനം. ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ട് ഈ പറയുന്ന സാമൂഹിക മണ്ഡലത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുക എന്നുള്ളതാ ലക്ഷ്യം. അപ്പോ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് മെമ്പർഷിപ്പ് സ്വീകരിച്ച് ഇസ്ലാമിന്റെ ഐഡിയോളജിയോടുകൂടെ ജീവിക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരോട് പറയുന്നത് പോലെ മറ്റു മതസ്ഥരോടും പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കണം എന്നാണോ എന്റെ പ്രിയപ്പെട്ട യൂസുഫ് ക പറഞ്ഞു വരുന്നത്? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് അംഗമാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാ വലിയ കണ്ടുപിടുത്തം അല്ലെ? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഐഡിയോളജി സോഷ്യോ പൊളിറ്റിക്കൽ ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യൂസുഫ് ക കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും എന്നുള്ളതാ. അപ്പോ എന്റെ പ്രിയപ്പെട്ട യൂസുഫ് ക, വിവരമില്ല എന്ന് കരുതിയിട്ട് അതൊരു അലങ്കാരമാക്കി കൊണ്ടു നടക്കരുത് എന്നും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് ഇത്തരത്തിലുള്ള അജ്ഞത മനസ്സിൽ അണപൊട്ടി ഒഴുകുമ്പോ വെറുതെ വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഏതൊക്കെയോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന നാടകം, പൊറോട്ട നാടകമൊക്കെ മാറ്റിവെക്കുക പ്ലീസ്.